തുടങ്ങിയത് എന്താണ് മാനസികരോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. മാനസികരോഗം എന്ന് പറയുന്നത് ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രോഗമാണ്. കാരണം പലപ്പോഴും ജനങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. മുഖ്യമായ കാരണം ഇന്നും മനുഷ്യൻ്റെ ചിന്താഗതികൾ മാനസികരോഗം എന്ന് പറയുന്ന ഭൂതപ്രേത പിശാചുക്കളെ കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ക്ഷുദ്രക്രിയകൾ ചെയ്യുന്നതുകൊണ്ട് മനുഷ്യരുണ്ടാക്കുന്ന ഒരു രോഗമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരവസ്ഥയാണ്, രോഗം എന്നുള്ളൊരവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് ജനം കരുതി വരുന്നത്. പ്രത്യേകിച്ച് മനസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠന മേഖലയായിട്ട് നമ്മൾ കാണുന്നത്. അതായിരുന്നു ആദ്യത്തെ ഇതിൻ്റെ നിർവചനം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിട്ടുള്ളത്. എന്നാൽ മാനസികരോഗം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നും ആത്മാവാണ് രോഗമുണ്ടാക്കുന്നതെന്നും എന്നുള്ള ധാരണ. അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പുനർജന്മത്തെക്കുറിച്ചൊക്കെയുള്ള പഠനം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് മാനസിക രോഗത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ ഇന്നും മനുഷ്യൻ്റെ മനസ്സിൽ വികലമായിരിക്കുന്നത്. സാധാരണ രോഗത്തെ പോലെ അത് മനസ്സിലാക്കാനായിട്ട് ജനം തയ്യാറാകുന്നില്ല. അപ്പോൾ അതാണ് ആദ്യമായി മാനസിക രോഗത്തെ സംബന്ധിച്ച് നിർവചിക്കപ്പെടുന്ന ഒരു പ്രശ്നം. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, മാനസിക രോഗം എന്ന് പറയുന്ന ചികിത്സാരീതിയെക്കുറിച്ചാണ്. ചികിത്സാരീതി ഇന്നും മനുഷ്യൻ പൂജകളെയും അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങളെയും ആണ് അതിന് പരിഹാരമെന്ന് കാണുന്നു. കാരണം ഇപ്പോഴും ചിന്താഗതി മാനസിക രോഗം എന്നുള്ളത് ഒരു ആത്മാവിനെ സംബന്ധിച്ച രോഗമാണെന്നുള്ളതാണ്. ഇപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പൂജാവിധികളെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിനുള്ള മാർഗം കണ്ടുപിടിക്കുക. പിന്നെ ചിലരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇത് ഗ്രഹങ്ങളുടെ നിൽപ്പ് കൊണ്ട്, അതായത് ജനിക്കുന്ന സമയം വെച്ചിട്ട്, അല്ലെങ്കിൽ ഗ്രഹത്തിൽ നിൽക്കുന്ന ആ ഓരോ ഗ്രഹങ്ങളും ഏത് അറയിൽ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ബേസ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഉണ്ടാകുന്ന അസുഖം. അപ്പോൾ മിക്കവാറും അത് ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ ജ്യോത്സ്യത്തിലേക്ക് പോയി ജ്യോത്സ്യം പറയുന്നതനുസരിച്ച് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനുവേണ്ടി മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് ഇത് മനസ്സിൻ്റെ അല്ല, ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ മിക്കവാറും മനുഷ്യൻ ചിന്തിച്ചിട്ടുള്ളത് അവൻ്റെ നേർവ്സിന്, ഞരമ്പിനെ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം എന്തെങ്കിലും മാനസിക രോഗം വന്നത് ഞരമ്പ് രോഗി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞരമ്പ് രോഗി എന്ന് പറഞ്ഞാൽ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ന്യൂറോൺസ് തെറ്റിദ്ധരിക്കപ്പെടും. തലച്ചോറിനകത്തുണ്ടാകുന്ന കോശങ്ങളെ നമ്മൾ ന്യൂറോൺസ് പറയുന്നു. ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗമാണ് മാനസിക രോഗമെന്ന് നിർവചനം വന്നു. ന്യൂറോളജി ആയിട്ട്, അപ്പം നേഴ്സുമായിട്ടല്ല, ശരിക്കും തലച്ചോറിൻ്റെ ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പം ന്യൂറോൺസിൻ്റെ ഘടന നമ്മൾ വ്യക്തമായി കണ്ടു. ന്യൂറോൺസിൻ്റെ ഘടന എങ്ങനെയാണ്, ന്യൂറോൺസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് കണ്ടുപിടിച്ചതുകൊണ്ട് ഞാൻ ന്യൂറോൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ചികിത്സാ രീതിയിലേക്ക് വരും. അതിനനുസരിച്ചിട്ടുള്ളതായ ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മാനസിക രോഗം ഉണ്ടാകുന്നത്? മാനസിക രോഗം ഒന്ന് പാരമ്പര്യമായിട്ടുള്ള പാരമ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക്കലായിട്ടുള്ള, അതായത് 23 പെയേഴ്സ് ഓഫ് ക്രോമോസോം, ജോഡി ക്രോമോസോമാണ് ശരീരത്തിലുള്ളത്. അതിനകത്ത് ഒരു ജോഡി ക്രോമോസോം മനുഷ്യൻ്റെ ഒരു ജോഡി എന്ന് പറയുന്നത് അവനെ ആണോ പെണ്ണോ ഒരു ജെൻഡർ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളതായ 22 ജോഡി കോശങ്ങളും ബാക്കിയുള്ള പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അവൻ്റെ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച്, അവൻ്റെ തൊലിയുടെ നിറത്തെക്കുറിച്ച്, അവൻ്റെ തലമുടിയെക്കുറിച്ച്, കണ്ണിൻ്റെ നിറങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. അപ്പോൾ ആ ന്യൂറോൺസിന് ആ ജനറ്റിക്കൽ ആയിട്ട് ഉള്ള രോഗം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ജനറ്റിക്കലായിട്ട് പാരമ്പര്യമായിട്ട് വരുന്നു. പിന്നീട് അവൻ്റെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അവൻ വസിക്കുന്ന ചുറ്റുപാടുകൾ. അപ്പോൾ ചുറ്റുപാടുകൾ 2 രീതിയിലാണ് ചുറ്റുപാടുകളെ തരംതിരിച്ചത്. ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻറ്റേർണൽ ആയിട്ടുണ്ട്. ഗർഭം ഉണ്ടാകുന്ന സമയത്ത്, ഗർഭം ഉണ്ടാകുന്ന അവസ്ഥ മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കുന്നത് മുതൽ, സ്ത്രീ പുരുഷ ബന്ധം മുതൽ ഒരു കുട്ടി ഉണ്ടാകുന്നത് വരെയുള്ളതായ ഭാഗം, അത് കുട്ടി ഉണ്ടാകുന്നത് സൈഗോട്ട് ഫോം ചെയ്യുന്നത് വരെയുള്ള ഭാഗം. അപ്പോൾ ആദ്യത്തെ അത് നോർസിൽ കൂടെ ആയതുകൊണ്ട്, ഞരമ്പിനെ ഫെലോപ്പിൻ ട്യൂബിൽ കൂടെ യാത്ര ചെയ്യുന്ന ആയതുകൊണ്ട്, ഫെലോപ്പിൻ ട്യൂബിനും ഗർഭപാത്രത്തിനും ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അത് ഫസ്റ്റ്. സെക്കൻഡ് ഗർഭപാത്രത്തിനകത്തുള്ളതായ അത് ഒന്ന് ഗർഭപാത്രത്തിനകത്ത് വരുമ്പോഴത്തേക്ക് ആ ഗർഭം ധരിച്ചു കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഉണ്ടാകുന്നതായ അനുഭവങ്ങളും അതിൽ നിന്നുണ്ടാകുന്നതായ രോഗങ്ങളെക്കുറിച്ചാണ്
പറയുന്നത്. ചുറ്റുപാടുകളെ കുറിച്ചാണ്. ആ ചുറ്റുപാടുകൾ എന്തൊക്കെ രോഗം ഉണ്ടാകും. പിന്നെ മനുഷ്യൻ ജനിച്ച് വീണ് കഴിഞ്ഞിട്ടുള്ള ചുറ്റുപാടുകൾ എക്സ്റ്റേണൽ, അതിൻ്റെ സോഷ്യോളജിക്കൽ, സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ, ശാരീരിക മാനസിക ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഇതനുഭവങ്ങൾ, അവൻ്റെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗം ഉണ്ടാകുന്ന മാത്രമല്ല, പിന്നെ ഡെവലപ്മെൻറ്റിനകത്ത് അവന് എങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്വഭാവം രൂപീകരിക്കുന്നത് എന്നുള്ളത് പഠിക്കും. അതിനകത്ത് ഇൻ്റലിജൻസിലേക്ക് വരുമ്പോൾ അവൻ്റെ മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മാനസിക വികസനം ഇല്ലാതാകുക, മനസ്സിന് വികാസം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബുദ്ധി വികാസം ഉണ്ടായിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് പഠിക്കും. അതിൻ്റെ IQ, ഇൻ്റലിജൻസ് ലെവലും നമ്മൾ പഠിക്കും. പിന്നെ മാനസരോഗത്തിലേക്ക് നമ്മൾ ഏതൊക്കെ രോഗങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആങ്സൈറ്റി, ഫിയർ, അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ച്, പേടി, ഫോബിയ, അതിനെക്കുറിച്ചാണ് പഠിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ രീതികൾ എന്തൊക്കെയാണ്, പേടിയാണെങ്കിൽ അതെങ്ങനെ ചെയ്യും, ആങ്സൈറ്റി ആണെങ്കിൽ അത് എങ്ങനെ ചെയ്യും, ഫോബിയ അകാരണമായി നമ്മളുണ്ടാകുന്ന ഭയം എങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ചെയ്യും, ഇതുകൂടാതെ ഫിയർ, പേടി, ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടാകും, അതിന് എന്തൊക്കെയാണ് മാർഗങ്ങൾ, എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ. പിന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, OCD അല്ലെങ്കിൽ OCDP എന്ന് പറയും, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ OCD എന്ന് പറഞ്ഞ രോഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് രോഗത്തിനുള്ള ചികിത്സാ രീതികൾ എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കും. ദെൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഏതൊക്കെ തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. പിന്നെ മൂഡ് ഡിസോർഡർ, അതിനകത്ത് ബൈപ്പോളർ മൂഡ് ഡിസോർഡർ, യൂണിപോളർ മൂഡ് ഡിസോർഡർ, എന്തൊക്കെയാണ് മൂഡ് ഡിസോർഡർ, എങ്ങനെയൊക്കെയാണ് അത് ആ രോഗം ഉണ്ടാകുന്നത്, അതിനുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കും, എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അത് അടുത്തത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റ് മാനസിക രോഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് മറ്റ് മാനസിക രോഗങ്ങളുള്ളത്, ആ രോഗങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു കുറച്ചും കൂടിയാണ്. കുട്ടികളുണ്ടാകുന്നതും അല്ലെങ്കിൽ തലച്ചോറിനകത്തുണ്ടാകുന്നതും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്നതുമായ മാനസിക രോഗത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ നമ്മൾ പറയുന്നത് ചൈൽഡ് ആൻഡ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ. ചെറുപ്പകാലങ്ങളും ആ സമയത്തുണ്ടാകുന്ന ന്യൂറോ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ ഞാൻ പറയും, ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പല്ല, ന്യൂറോൺസിനെ ബേസ് ചെയ്തിട്ട് ന്യൂറോ ഡെവലപ്മെൻറ്റ്, അത് തലച്ചോറിൻ്റെ വികാസവുമായിട്ടുള്ള ബന്ധമാണ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്. ഒരു കുട്ടി ജനിക്കുന്നു, അത് കുട്ടി ജനിക്കുന്നതുകൊണ്ട് അവനിലുണ്ടാകുന്നതായ തലച്ചോറിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്നതായ മാനസിക രോഗങ്ങൾ, അതാണ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്. എപ്പോഴും ഒരിക്കലും പിന്നെ ന്യൂറോളജിക്കലും ന്യൂറോ ഡെവലപ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ന്യൂറോ എന്ന് പറയുന്നത് നേഴ്സിനെ സംബന്ധിച്ചില്ല, നേഴ്സ് തലച്ചോറുകളല്ല, അതിൻ്റെ പുറത്തുള്ളതായ ഞരമ്പുകളെ കുറിച്ചും, ന്യൂറോ ഡെവലപ്മെൻറ്റ് വെച്ചാൽ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റുമാണ്. അപ്പോൾ ഇതാണ് സൈക്കോളജി ഡിസോർഡറിനകത്തുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അത് എങ്ങനെയൊക്കെ ഒരാളുടെ മാനസിക രോഗത്തെക്കുറിച്ച് ബാധിക്കുന്നു എന്നുള്ളതാണ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്. അത് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഡെവലപ്മെൻറ്റൽ സൈക്കോപതോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ നോർമൽ ഗ്രോത്തിൽ, ഡെവലപ്മെൻറ്റൽ എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെയുള്ള സമയത്താണ്. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ ഇത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റൽ കൊണ്ട്, അതായത് ഓരോ കാലഘട്ടത്തിലും, അതായത് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ബേസിക്കലായിട്ട് അവന് ചില സംഗതികൾ നമ്മൾ പറയുന്നുണ്ട്. ആദ്യം കുട്ടി ജനിക്കും, കുട്ടി കരഞ്ഞോ. നമ്മൾ ഡെവലപ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ അവനെ കരയുക. കാരണം ഓക്സിജൻ എടുത്തു കഴിയുമ്പോൾ കുട്ടികൾ ആദ്യത്തെ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് വെച്ചാൽ കുട്ടി കരയുകയാണ്. അപ്പം കരഞ്ഞോ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. പിന്നെ കുട്ടികൾ കുട്ടി മുലപ്പാൽ കുടിക്കുന്നുണ്ടോ, പാല് കുടിക്കാൻ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, കൈകാലുകൾ കുട്ടികൾ അനക്കുന്നുണ്ടോ, അവൻ്റെ രൂപം എങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ, കുട്ടി ചിരിക്കുന്നു, പതുക്കെ നമ്മുടെ കണ്ണിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഒച്ച കേൾക്കുന്നിടത്തേക്ക് നോക്കുന്നു. അപ്പോൾ ചെവി ഒക്കെ ഡെവലപ്മെൻ്റ് ആണ്. കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. കണ്ണെന്ന് വെച്ചാൽ കാഴ്ചയൊക്കെ കുട്ടിക്കുണ്ടോ. വിരലുകൾക്കെല്ലാം
ഉണ്ടായിട്ടുണ്ടോ? കുടിച്ച് കൈകാലുകളിൽ 5 പേരിൽ 10 പേരിൽ, കയ്യിൽ 10 പേരിൽ, കാലിൽ 10 പേരിൽ, അങ്ങനെ വിരലൊക്കെ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ പുതിയ പൊതുവെ ഒരു നമ്മൾ അവൻ്റെ രൂപത്തെക്കുറിച്ചാണ്. പിന്നെ 3 മാസമാകുമ്പോൾ കുട്ടി കമന്ന് വീണു, നീന്തിയോ. അപ്പോൾ കുട്ടി അടുത്ത ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. കാരണം ഇതൊക്കെ ഞാൻ പറയുന്ന ഡെവലപ്മെൻറ്റൽ സൈക്കോപതോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് സൈക്കോ ഡെവലപ്മെൻറ്റൽ പതോളജി. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും കുട്ടി കമന്ന് വീണോ എന്ന് ചോദിച്ചാൽ അയ്യോ കമന്നൊന്നും വീണിട്ടില്ല, ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. കമന്ന് വീഴുക, നീന്തുക, ഇരിക്കുക, നിൽക്കുക, നടക്കുക. ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. ആദ്യം പറഞ്ഞ ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടി സംസാരിക്കാൻ തോന്നുന്നത്, എന്തൊക്കെ ഭാഗങ്ങളാണ് കുട്ടികൾ, ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടാകും, കുട്ടി കാണുന്നത് എങ്ങനെ ഇരിക്കുന്നു, ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് പഠിച്ചിരുന്നു. ഓറൽ സ്റ്റേജ്, എന സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി പീരിയഡ്, ജെനിറ്റൽ സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജിലൂടെ കിടന്നു. അപ്പോൾ പല രീതിയിലാണ് മൾട്ടി ഡയറക്ഷണൽ ഡെവലപ്മെൻ്റ് ആണ്. മൾട്ടി ഡയറക്ഷൻ മൾട്ടി ലെവൽ ഡെവലപ്മെൻ്റ്. പല സ്ഥലങ്ങളിലേക്കും പല രീതിയിലും ഉള്ള ഡെവലപ്മെൻറ്റ്. ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന കുട്ടിയുടെ ശരീരത്തിൻ്റെ വളർച്ച മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സൈക്കോളജി, മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റും കൂടെയാണ്. ഈ മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവൻ്റെ സമയാസമയം തമ്മിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ. അതായത് ഒരു കുട്ടി സംസാരിക്കേണ്ട പ്രായത്തിൽ സംസാരിക്കുന്നുണ്ടോ, കുട്ടി ഒച്ച വെക്കേണ്ട സമയത്ത് കുട്ടി ഒച്ച വെക്കുന്നുണ്ടോ, ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആൾക്കാരെ ഐഡൻറ്റിഫൈ സമയത്ത് കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസാണ്. ഇപ്പോൾ കുട്ടി കിടന്ന് മൂത്രം ഒഴിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ എത്ര വയസ്സ് വരെ കിടന്ന് മൂത്രം ഒഴിച്ചു, രാത്രി കുട്ടി ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നോ, ഞെട്ടിക്കരയുന്നുണ്ടായിരുന്നോ, കുട്ടി എപ്പോഴെങ്കിലും തലകറങ്ങി വീണിട്ടുണ്ടോ. ഇതൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജസാണ്, കുട്ടിയുടെ വളർച്ചയുടെ ഭാഗങ്ങളാണ്. ഇപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോപതോളജി. dedicated to studying the origin and cause of significant disturbance in the context of normal growth process. സാധാരണ വളർന്നു വരുന്ന കുട്ടികളിൽ കറക്റ്റായിട്ട് എന്തൊക്കെ വളർച്ചയുണ്ട്, ആ സമയത്ത് വളരേണ്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കുട്ടി ചെയ്തിട്ടുണ്ടോ. ഇതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോപതോളജി. ഏത് കുട്ടിയെ നമ്മൾ നോക്കുമ്പം, ഏത് കേസ് നമ്മൾ നോക്കുമ്പം ഈ ഡെവലപ്മെൻറ്റൽ സൈക്കോപതോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാലാകാലങ്ങളിൽ വേണ്ടതായ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, വളർച്ചയുടെ സ്റ്റേജുകൾ, വെർട്ടിക്കൽ സ്റ്റേജ്, നമ്മളിതിന് വെർട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിന് അടുത്തടുത്ത് വളരേണ്ട വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ. ഇങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് ഒരു മാനസിക രോഗത്തിന് കാരണമാകുമോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും മാനസിക രോഗം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പഠനമാണ്. എക്സാമ്പിൾ, കുട്ടി തലകറങ്ങി വീണിട്ടുണ്ട്, ഇടയ്ക്ക് ബോധം കെട്ടി വീണിട്ടുണ്ട്, അല്ലെ കുട്ടിക്ക് അതിനെ പഠിക്കാൻ സാധിക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റിൽ ഐക്യൂവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എമോഷൻസിന് വൈകാരികമായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുട്ടിക്ക് ഇടയ്ക്ക് സീഷർ പോലുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ദറ്റ് ഈസ് കോൾഡ് ഡെവലപ്മെൻറ്റൽ സൈക്കോപതോളജി. ദെൻ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. ഫങ്ഷണൽ ഡിഫറൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട്. ബ്രെയിനിനകത്തുണ്ടാകുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫറൻസ് ആണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ശരിക്കും നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം ഇന്ന് നേഴ്സുമായിട്ടുള്ള ന്യൂറോ ഡെവലപ്മെൻ്റ് ആണ്. തലച്ചോറിനകത്തുള്ള ന്യൂറോൺസിൻ്റെ ഡെവലപ്മെൻറ്റും അതനുസരിച്ച്. അപ്പോൾ കുട്ടിയെ തൊടുന്നുണ്ട്, കുട്ടി പ്രതികരിക്കുന്നുണ്ടോ, കുട്ടിയെ പിച്ചുന്നുണ്ട്, കുട്ടി പ്രതികരിക്കുന്നുണ്ടോ, സംസാരിക്കുമ്പോൾ കുട്ടി തിരിച്ച് നമ്മൾ പറയുന്നുണ്ടോ, നടക്കുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സംസാരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സീഷറുകളുള്ള രോഗങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സാണ്. നഴ്സ് എന്ന് വെച്ചാൽ ന്യൂറോൺസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. തലച്ചോറിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, വളർച്ചയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ, വിരലുകൾ മര്യാദയ്ക്ക് ചലിപ്പിക്കുന്നുണ്ടോ, കാഴ്ച കാണുന്നുണ്ടോ, കുട്ടിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, സംസാരം ക്ലിയർ ആണോ, നാക്ക് ശരിയാകുന്നുണ്ടോ, മുഖത്തിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സാണ്. അത് കുട്ടിയുടെ ബുദ്ധി. അപ്പം ഇത് നമ്മൾ ഒരു
സൈക്കോളജിക്കൽ ഡിസോർഡർ നമ്മൾ കാണുമ്പം, സൈക്കോളജിക്കൽ ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പം ഈ ഉള്ള കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പം ഡെവലപ്മെൻറ്റ് സൈക്കോപതോളജിയും ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും ഇത് രണ്ടും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ചൈൽഡ്ഹുഡ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ, കുട്ടികളിലുണ്ടാകുന്ന വിഷാദം. ഇത് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു സംഗതി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ. പലരും ചോദിക്കുന്നത് കുട്ടിക്ക് എത്ര വയസ്സ് മുതൽ ഡിപ്രഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ കുട്ടി ഡിപ്രഷൻ എന്ന് പറയുന്നത് അറിയുന്നുണ്ടോ? അത് ഏത് സ്റ്റേജ് വേണമെന്നില്ല. ചെറുപ്പ കാലഘട്ടങ്ങളിലും കുട്ടികൾക്ക് വിഷാദം ഉണ്ടാകാം. അതുപോലെ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ യൂഷ്വലി നമ്മളൊരു 10 വയസ്സ് വരെ ഉള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. ചില 18 വരെ പറയാറ്. പക്ഷേ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലുണ്ടാകുന്ന സ്കൂളിൽ പോകാനായിട്ടുള്ള മടിയാണ്. അപ്പോൾ ഈ ചെറുപ്പത്തിലുണ്ടാകുന്ന വിഷാദ രോഗമാണ്. ഈ വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണം സ്കൂളിൽ പോകാൻ മടി കാണിക്കുക. കുട്ടികളെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ടീച്ചേഴ്സിനെ പേടിയാണ്, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ നിൽക്കുന്നതാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിൽ ചൈൽഡ് ഡിപ്രഷൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. ആദ്യ ലക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്, കൂടുതലും കുട്ടികളെ ഡിപ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് പാടാണ്. കൂടുതൽ ഡിപ്രഷൻ എന്ന് പറയുന്ന കുട്ടികൾ അജിറ്റേഷനായിട്ട്, അഗ്രഷനായിട്ടായിരിക്കും ചിലപ്പോൾ. അജിറ്റേഷൻ അല്ല അഗ്രഷൻ പോലെ ആയിരിക്കും കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുക. അപ്പം നമ്മൾ കുട്ടികളെ പറഞ്ഞാൽ നമ്മൾ കേൾക്കാതെ വരിക, കുട്ടികൾ ചിലപ്പോൾ ഇന്ന് കരയുക, ആഹാരം കഴിക്കാനായിട്ട് മടി കാണിക്കുക, സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കുക, ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ട് മടി കാണിക്കുക, നിർബന്ധങ്ങൾ പിടിക്കുക, ഉറക്കം കുട്ടികളുടെ കുറയുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മളെ ചൈൽഡ്ഹുഡ് ഡിപ്രഷനിലേക്ക് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ. അതിൻ്റെ കാരണങ്ങൾ പലതാണ്, കാഷ്വൽ ഫാക്ടേഴ്സാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പലപ്പോഴും ചിലപ്പോൾ കുട്ടികൾക്കുണ്ടാകാവുന്ന ഡിപ്രഷനിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു കുട്ടി രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുമ്പോൾ, ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകാം. അതല്ല, സ്കൂളിൽ പോകാനായിട്ട് കൂടുതൽ പഠിത്തം, സ്ട്രെസ് കൂടുക, അവന് പഠിക്കാൻ പറ്റാത്തത്രയും കാര്യങ്ങൾ അവനെ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം, ഡെവലപ്മെൻറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമുക്കുണ്ടാകും. പല ഫാക്ടേഴ്സ് ഉണ്ടാകാം. ചിലപ്പം അച്ഛൻ്റെ അമ്മയുടെയും സെപ്പറേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകുന്നതായ ചില പ്രശ്നങ്ങളാകാം. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ നമുക്ക് ഡിപ്രഷനായിട്ട് പറയും. അത് കാണുന്ന സാധാരണഗതിയിൽ നമ്മൾ പുറത്ത് കാണുന്നത്, ഇത് പലപ്പോഴും ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാടുള്ള സംഗതിയാണ്. കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകില്ല എന്നുള്ള തെറ്റായ ഒരു ധാരണ പലപ്പോഴും ഉണ്ട്. പിന്നെ സാധാരണ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, ഓരോ സ്റ്റേജിൽ വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പം സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടാകാം, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം, വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം, പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നമുക്ക് വിഷാദം ഉണ്ടാകാം. അപ്പോൾ പഠിക്കാൻ കുട്ടി നിൽക്കുന്നത് വെച്ചാൽ അതുമായിട്ട് കോമ്പറ്റീഷൻ, അതുമായിട്ട് ചെയ്ത് ചേർന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, അതാണ് അതിൽ. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? സാധാരണ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലും പാരൻസിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സിറ്റുവേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് സാഹചര്യങ്ങൾക്ക് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് മരുന്നുകളും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ധാരാളം മരുന്നുകൾ ഇപ്പോൾ ഇതിന് കണ്ടുപിടിച്ചിട്ടുണ്ട് ചൈൽഡ്ഹുഡ് ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാൻ. അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്ന കുട്ടികളുണ്ടാകാം. അതിൻ്റെ ഔട്ട്കം മിക്കവാറും ആങ്കറോ അങ്ങനെ, അല്ലെങ്കിൽ കരച്ചിലോ അങ്ങനെയുള്ള സംഗതികൾ എന്താണ്, എമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നതെങ്കിൽ അത് കാണിക്കുക. എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടാകാം. ദെൻ എലിമിനേഷൻ ഡിസോർഡർ. എലിമിനേഷൻ ഡിസോർഡർ കുട്ടികൾക്കുണ്ടാകുന്ന പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു, എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിൽ, ഒന്ന് യൂറിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോവുക. അപ്പോൾ ഇത് രണ്ടിലും യൂറിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കുട്ടികൾ ചിലപ്പം പലപ്പോഴും മൂത്രമൊഴിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒന്ന് മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഡ്രസ്സിലൊക്കെ ഒഴിക്കുക, ചിലപ്പോൾ സ്ഥലങ്ങൾ നിൽക്കാതെ, അതായത് എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ കുട്ടികൾ ഒഴിക്കുക. അപ്പോൾ എലിമിനേഷൻ ഡിസോർഡർ ആദ്യത്തെ തന്നെ വെച്ച് യൂറിനേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മെയിൻലി നമ്മൾ വന്ന് ബെഡ് വെറ്റിംഗ്, കിടന്ന് മൂത്രം ഒഴിക്കുക. ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി കിടന്ന് മൂത്രം ഒഴിക്കാൻ പാടില്ല. സാധാരണഗതിയിൽ അത് 6 മാസം, ഒരു വർഷം മുതൽ 2 വർഷത്തിനുള്ളിൽ കിടന്ന് മൂത്രം ഒഴിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് വലിയ മാറ്റണം. അതല്ല, ചിലപ്പം കുട്ടികൾ കിടന്ന് പിന്നെ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം അതിനുണ്ടാകാം. പിന്നത്തെ ഉള്ളതെന്ന് വെച്ചാൽ
എന്തെങ്കിലും സംഗതികളൊക്കെ പറയുമ്പോൾ, ഒന്നുകിൽ അവനെ വഴക്ക് പറയുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ വർക്കുകൾ വരുമ്പോൾ, സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നിക്കലിൽ മൂത്രം ഒഴിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് ഒഴിക്കുക, അല്ലെങ്കിൽ വീട്ടിനകത്ത് ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക. പിന്നെ ടൂൾസ് പാസ് ചെയ്യാം, വയറ്റിൽ നിന്ന് പോവുക. ഈ എലിമിനേഷൻ ഡിസോർഡറിനകത്ത് പിന്നെ നമ്മൾ കാണുന്നതാണ് പലപ്പോഴും എന്താ വെച്ചാൽ കുട്ടിയെ ഹോൾഡ് ചെയ്യുക, കൂടുതൽ സമയം നമ്മൾ ടോയ്ലറ്റിൽ പോകാതെ ഹോൾഡ് ചെയ്യുന്ന കുട്ടികളുണ്ടാകാം. ചില കുട്ടികൾ ഡിപ്രഷനൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ടൂൾ അവർ അല്ലെങ്കിൽ മലം അവർ നിക്കറിൽ വിടുക, അല്ലെങ്കിൽ തെറ്റായ സ്ഥലങ്ങളിൽ അത് മല വിസർജനം ചെയ്യുക. ഇത് എലിമിനേഷൻ ഡിസോർഡർ. പലപ്പോഴും എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും, ചിലർ പറയുന്നത് മന്ദബുദ്ധികളായ കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്, മറ്റേ മെന്റൽ റിട്ടാർഡേഷനകത്ത് ചിലർ ഓട്ടിസത്തിനകത്ത് അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ മെയിൻലി എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് വേറെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിന് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു അവോയ്ഡൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇത് കണ്ടുപിടിക്കുന്നത്, എന്തെങ്കിലും ഇങ്ങനെയുള്ള മാനസികമായ പ്രശ്നങ്ങൾ, പിരിമുറുക്കങ്ങൾ ആ കുട്ടിക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ. സെക്കൻഡ് വൺ, എലിമിനേഷൻ ഡിസോർഡർ. ദെൻ ഓപ്പോസിഷൻ ഡെഫിഷ്യൻറ്റ് ഡിസോർഡർ ആൻഡ് കോണ്ടക്ട് ഡിസോർഡർ. ഈ ഓപ്പോസിഷൻ ഡിഫിയൻറ്റ് ഡിസോർഡർ എന്ന് പറയുമ്പം ODD. ഈ ODDയും കോണ്ടക്ട് ഡിസോർഡറും തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ളൂ. ODDയിൽ നമ്മൾ സാധാരണഗതിയിൽ അവൻ പറയുന്നതിന് കാര്യങ്ങൾക്ക് തല തിരിച്ചു പറയുക, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ എതിർത്ത് സംസാരിക്കുക, പറയുന്ന കാര്യങ്ങൾ അവൻ അനുസരിക്കാതിരിക്കുക, ചീത്ത വാക്കുകൾ നമ്മളോട് പറയുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ കോണ്ടാക്ട് ഡിസോർഡർ ആകുമ്പോൾ കുറച്ചുകൂടെ വയലൻസോട് അതിനകത്തിടും. കാരണം കുറച്ച് ഉപദ്രവിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളോട് അതിനകത്ത് തുടങ്ങും. അതാണ് ഇത് കോണ്ടാക്ട് ഡിസോർഡറിനകത്ത് കാണാം. ഇത് തമ്മിലുള്ള വ്യത്യാസം ODDയും CDയും തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ള. അതിന് മെയിനായിട്ട് കുട്ടിയുടെ അഗ്രസീവ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. അഗ്രസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവനെ മറ്റ് സാധനങ്ങൾ നശിപ്പിക്കുക, സെൽഫായിട്ട് ഹാം ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ വരുന്ന നമ്മൾ നിയമത്തിനെതിരായിട്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ഡീവിയേഷൻ ഫ്രം ദ ലോസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് നിയമം പാലിക്കാൻ അല്ലെങ്കിൽ നിയമത്തെ അവരെ അനുസരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് CDയിലും. ഓപ്പോസിഷൻ ഡിസോർഡറിൽ കൂടുതലും അവർ നമ്മൾ പറയുന്ന കാര്യം കേൾക്കുക, അനുസരണയില്ലാത്ത കുട്ടികൾ. ODD നമ്മൾ അനുസരണയില്ലാത്ത കുട്ടികൾ, പിന്നെ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വീട്ടിൽ പെരുമാറുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂളിൽ പെരുമാറുന്ന കുട്ടികളാണ് ODD. കോണ്ടാക്ട് ഡിസോർഡറിനകത്ത് വയലൻസ് ഉണ്ടാകും. പിന്നെ ചിലപ്പോഴും നിയമത്തിനനുസരിച്ച് നിയമത്തെ പാലിക്കാനില്ല, നിയമത്തെ അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കേസും കോണ്ടാക്ട് ഡിസോർഡർ കാണാറുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഇത് രണ്ട് വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതി പറ്റി ADHD എന്ന് നമ്മൾ പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആകും. എന്നുവെച്ചാൽ ഒരു ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, ക്ലാസ് കുറച്ച് നേരം ശ്രദ്ധിക്കുക, ഒരു മാക്സിമം ഒരു ക്ലാസ് അറ്റൻഡ് എന്ന് വെച്ചാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആയിരിക്കും അവർ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ ശ്രദ്ധ പോകുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ അവർ സ്വപ്നലോകത്തിൽ നമ്മൾ കാണുമ്പോൾ അവരെന്തോ ക്ലാസ്സിലേക്ക് ഇരിപ്പുണ്ടാവും, ബോഡി ശ്രദ്ധിച്ചിരിക്കണം, പക്ഷെ മനസ്സ് അല്ലെങ്കിൽ ചിന്താഗതി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് കുറച്ച് റിസ്ക് ടേക്കിംഗ് കൂടി ഉണ്ടാവും. പിരിവിരിപ്പ് ഒരിടത്ത് മറ്റേത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ വരിക, ഇത് ഒരിടത്ത് അടങ്ങിയിരിക്കാനുള്ള ക്ഷമയില്ലാതെ വരിക, ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആകുക, റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകുക. ADD കണ്ടുപിടിക്കാനായിട്ട് ചില സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്, ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതലും അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ക്ലാസ്സിലൊക്കെ ശ്രദ്ധ ഉണ്ടാവില്ല, പഠിക്കാനിരിക്കും, ഒരു 10 മിനിറ്റ് ഇരിക്കും, അത് കഴിഞ്ഞാൽ ശ്രദ്ധ വേറെ വല്ലയിടത്തുണ്ട് പോകും, ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുള്ളിൽ ചെയ്ത്. പക്ഷേ ഈ രണ്ട് കുട്ടികൾക്കുള്ള ഒരു ADHD ഉള്ള കുട്ടികൾക്കും ADD ഉള്ള കുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ എല്ലാവരും പറയും, അതൊന്നുമല്ല, അവന് ഭയങ്കര ശ്രദ്ധയുണ്ടായിരുന്നു, അവനൊരു സാധനം ഉണ്ടാക്കുമ്പം നോക്കിയിരിക്കും, ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇരിക്കും, വരയ്ക്കുമ്പോൾ അവനിരിക്കും, എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അതിനെന്ന് വെച്ചാൽ താല്പര്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം അവർ ചിലവാക്കാൻ തയ്യാറാകും. അപ്പോൾ താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളാണ് അത്. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡറും അവരുടെ ഇൻട്രസ്റ്റും തമ്മിലുള്ള കണക്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ADHD എന്നാണ് നമ്മൾ പറയുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ പിരിവിരിപ്പും കൂടെ ഉണ്ടെങ്കിൽ
ADHD ആണ്. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് സാധാരണ ഇത് കൗൺസിലിംഗ് ടു ദ പാരൻസ് ആണ്. പാരൻസിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നേരത്തെ തന്നെ ഇത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മെഡിസിൻ കൊടുക്കേണ്ട മെഡിസിൻ കൊടുക്കും, ചിലപ്പോൾ മെഡിസിൻ കൊടുക്കാൻ പറ്റും, ചില സമയത്ത് മെഡിസിൻ വേണ്ടി വരില്ല. ചിലപ്പോൾ വീട്ടുകാരുമായിട്ട് പറഞ്ഞ് മനസ്സിലായി സാഹചര്യങ്ങൾ മാറിയാൽ ചിലപ്പോൾ എനർജിയെ കുറച്ച് ലൂസ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ പെർസെപ്ഷൻ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറ്റാൻ പറ്റും. ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി. ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി നമ്മൾ പറഞ്ഞു അതായത് IQ-ലുള്ള വ്യത്യാസമാണ്. ഇത് പല ലെവലിലുണ്ട്. ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആണ് നമ്മൾ ഈ പറയുന്ന അതേ രീതി നമ്മൾ പറയുന്നത് തന്നെയാണ് മെൻ്റലി ചാലഞ്ച്. വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ഡിസബിലിറ്റി വരുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ പല കാര്യങ്ങൾക്ക് അവർക്ക് സൂപ്പർവിഷൻ വേണ്ടി വരും. ചിലതൊക്കെ പഠിക്കാൻ പറ്റും, ചിലത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മൈൽഡ് റിട്ടാർഡേഷൻ. പക്ഷെ പലപ്പോഴും മൈൽഡ് റിട്ടാർഡേഷൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എഴുതി വെച്ചാൽ അവർക്ക് ചിലപ്പോൾ എഴുതി പൂർത്തീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് കൂട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്കിൽഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ സ്കിൽഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. മോഡറേറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സോഷ്യലൈസേഷൻ ഒക്കെ ഉണ്ടാകും അവർക്ക്. പക്ഷെ അവർക്ക് കണക്കിന് ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ സ്കിൽഡ് വർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് ഹെൽപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ കുട്ടികൾ സോഷ്യലൈസേഷനൊക്കെ വലിയ കുഴപ്പമില്ല ചെയ്യും, കണക്കിന് മോശമായിരിക്കും. പലപ്പോഴും ഈ കുട്ടികൾക്ക് തന്നെ സ്കിൽഡ് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അവിടെയാണ് ഈ മോഡറേറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കാണുന്നത്. ദെൻ സിവിയർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ഹെൽപ്പ് വേണ്ടി വരും. തന്നെത്താൻ ചെയ്യാൻ പറ്റില്ല, ഒരു കണക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റുകയില്ല, പഠിക്കാൻ പറ്റുകയില്ല. അത് പക്ഷേ മൈൽഡിനകത്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പഠിക്കുകയും ചെയ്യും. മോഡറേറ്റിനകത്ത് സ്കിൽഡ് വർക്ക് നമ്മൾ ചെയ്യിക്കാൻ പാടാണ്, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാൻ പറ്റും. സിവിയർ ആകുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ഈവൻ സ്വന്തമായുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടി വരും. ദെൻ പ്രൊഫൗണ്ടാണ്. അതിനകത്ത് പ്രൊഫൗണ്ട് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധി പരിപൂർണമായിട്ട് വന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും എന്തെങ്കിലും ഒരു ശ്രദ്ധ വേണ്ടതാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വേറെ ആളുടെ ശ്രദ്ധ വേണ്ടി വരും, വേറെ ആളെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ദാറ്റ്സ് കോൾഡ് പ്രൊഫൗണ്ട്. സോ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി 4 തരത്തിലുണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ദെൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഈ ഓട്ടിസം എന്ന് വെച്ചാൽ ഒരു ന്യൂറോളജിക് ഡെവലപ്മെൻറ്റ് കണ്ടീഷനാണ്. അത് കുട്ടിയെ ഒരു 3 വയസ്സിന് മുമ്പ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഈവൻ ചില കേസുകളിൽ നമുക്ക് ഏർലി സ്റ്റേജസ് തന്നെ അറിയാൻ പറ്റും. അപ്പം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഓട്ടിസം ന്യൂറോ ഡെവലപ്മെൻറ്റ് കണ്ടീഷനും അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ ADHDയും തമ്മിൽ പലർക്കും തെറ്റിപ്പോകാറുണ്ട്. ഈ ഓട്ടിസം വരുമ്പോൾ അവരുടെ എമോഷൻസോടെ കുറിച്ച് നോക്കണം. കാരണം കൂടുതൽ നമ്മൾ കാണുന്നത് ഇതിനകത്ത് എമോഷനാണ്. ഒരു എമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. അല്ല, ചില കാര്യങ്ങൾക്ക് ചെയ്യുന്ന ചില പ്രത്യേകത ഉണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ചെയ്തു പോകുള്ളൂ. അല്ലെങ്കിൽ ഐ ടു ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. ചിലപ്പം പഠിക്കാൻ ഭയങ്കര മോശമായിരിക്കും, ചിലപ്പോൾ പഠിക്കാൻ ആവറേജിൽ നിൽക്കുക. എന്ന് വെച്ചാൽ പല രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഇതൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നതാണ്. അത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാലും സാധാരണഗതിയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 3 വയസ്സിന് മുമ്പ് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് വെച്ചാൽ ന്യൂറോ ഡെവലപ്മെൻറ്റ് കണ്ടീഷനാണ്. അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും ഓട്ടിസവും മറ്റുള്ള രോഗങ്ങളുമായിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുള്ളതാണ്. സ്പെഷ്യൽ ലേണിംഗ് ഡിസോർഡേഴ്സ്. ചില പ്രത്യേക സംഗതികളിൽ നമ്മൾ ലേണിങ്ങിനകത്ത് പ്രശ്നം. ചിലർക്ക് കണക്ക് ചെയ്യാൻ പറ്റാതെ വരിക, ചിലർക്ക് എഴുതാൻ പറ്റാതെ വരിക, ചിലർക്ക് വരയ്ക്കാൻ പറ്റാതെ വരിക. അങ്ങനെയാണ് സ്പെസിഫിക് ലേണിംഗ്, SLD എന്നാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഗതികൾ, ബാക്കിയുള്ളതിനകത്തൊക്കെ കുട്ടി നന്നായിരിക്കും, പക്ഷേ പർട്ടിക്കുലർ സ്റ്റേജുകൾ, പർട്ടിക്കുലർ കാര്യങ്ങളിൽ അവർ പുറകോട്ട് നിൽക്കുന്നതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. ഇതിനകത്ത് 2 തരത്തിലാണ്.
നമ്മൾ ഇതിനെ തിരിക്കുന്നത്. ഒന്ന് കണക്കുമായിട്ടുള്ള ഡിസ്കാൽക്കുലിയ, ഒന്ന് റൈറ്റിങ്ങിൽ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ രണ്ടെണ്ണമാണ്. ന്യൂറോ കോഗ്നേറ്റീവ് ഡിസോർഡർ. കോഗ്നേറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കോഗ്നേഷൻ, അതായത് തലച്ചോറിനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഡെവലപ്മെൻ്റ് പ്രോബ്ലം കൊണ്ട് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ സ്പേസ് മനസ്സിലാക്കാൻ പറ്റുക, ചില കളർ മനസ്സിലാക്കാൻ പറ്റുക, ചില കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുക. മെയിൻലി അവരുടെ എമോഷണലും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂറോ കോഗ്നേറ്റീവ് ഡിസോർഡർ. കോഗ്നേഷൻ, അവരുടെ കാര്യങ്ങൾ പെർസീവ് ചെയ്യാനായിട്ടുള്ളതിലാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ന്യൂറോ കോഗ്നേറ്റീവ് ഡിസോർഡർ. ന്യൂറോ കോഗ്നേറ്റീവ് ഡിസോർഡർ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്തൊന്ന് ഡിലീരിയം ഇസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് റെക്കഗ്നേഷൻ മെൻ്റൽ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കൺഫ്യൂഷൻ ആൻഡ് കോഗ്നേറ്റീവ് ഡിസ്ഫങ്ഷൻ. അടുത്ത ന്യൂറോ കോഗ്നേറ്റീവ് ഡിസോർഡർ ഒന്ന് ഡിലീരിയമാണ്. ഡിലീരിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരിക. കോഗ്നേറ്റീവ് ഡിസോർഡർ കൺഫ്യൂഷൻ, ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല, ചില സമയത്ത് വിളിച്ചാൽ വരാൻ പറ്റില്ല, ചില എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്നത് ഡിലീരിയം എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ പറയുന്നത് സ്ഥലകാല ബോധം ഇല്ലാതാക്കുക. അതാണ് ഈ ഡിലീരിയത്തിൻ്റെ പ്രത്യേകത. ഒരു സാധനം കണ്ടാൽ അതിൻ്റെ പാറ്റേൺ നമുക്ക് പറ്റുക. അപ്പോൾ ഒരു സാധനം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഒരു സ്ഥലം എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുക, എത്ര മണി എത്ര സമയം എത്രയായി എന്ന് മനസ്സിലാക്കാൻ പറ്റുക. സാധനം കൂടുതലൊരു കൺഫ്യൂസ് സ്റ്റേജ്, അതാണ് ഡിലീരിയം എന്ന് പറയുന്നത്. ദെൻ ഡിമെൻഷ്യ, ഇത് ഒരു മേജർ ന്യൂറോ കോഗ്നേറ്റീവ് ഡിസോർഡറാണ്. ഇത് അറ്റൻഷൻ ഉണ്ടാകാതിരിക്കുക, ലേണിംഗ് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതിരിക്കുക, മെമ്മറി വയ്ക്കുക, ലാംഗ്വേജ് പോവുക, പെർസെപ്ഷൻ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക, പിന്നെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻ, പൊതുവേ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്ത് പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡിമെൻഷ്യ. മെയിൻലി നമ്മൾ പറയും മറവി രോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡിമെൻഷ്യ നമ്മൾ കാണുന്നത്. ദെൻ പാർക്കിൻസൺസ് ഡിസോർഡർ, PD. ഇത് ഡിമെൻഷ്യ തമ്മിലൊരു വ്യത്യാസം മനസ്സിലാക്കുക. ഇത് പാർക്കിൻസൺ ഡിസോർഡർ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ. അത് നമ്മളുണ്ടായിരിക്കുന്ന തലച്ചോറിനകത്ത് ഉണ്ടായിരിക്കുന്നതായ ന്യൂറോൺസിന് ഇതുണ്ടാകുക, അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. അതുതന്നെ പ്രോഗ്രസീവ് ന്യൂറോ അത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ്. കാരണം ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ഡീജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കൈ വിറയൽ, സാധാരണഗതിയിൽ തുടക്കുന്നത് കൈയുടെ വിറയിലൊക്കെ ആയിട്ടാണ് തുടക്കുന്നത്. പിന്നെ അത് മോട്ടോർ ആക്ടിവിറ്റീസിൽ നടക്കാനായിട്ട്, ഇരിക്കാനായിട്ട്, നിൽക്കാനായിട്ട്, എഴുന്നേക്കാനായിട്ട്, കുണിക്കാനായിട്ട്, ഇങ്ങനെയുള്ള എല്ലാ സംഗതിയിലും അത് ബുദ്ധിമുട്ടുണ്ടാകും. മെയിൻലി പാർക്കിൻസൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ വിറയലായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പല ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം മാത്രമാണ്. പാർക്കിൻസൺ ഡിസോർഡർ സാധാരണഗതിയിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നേരത്തെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പം ഡിലീരിയം, ഡിമെൻഷ്യ മറവി, ഡിലീരിയം കൺഫ്യൂസ് സ്റ്റേജ്. ദെൻ പാർക്കിൻസൺ ഡിസോർഡർ അത് ന്യൂറോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. കൂടുതലും മോട്ടോർ ആക്ടിവിറ്റീസിലാണ് അത് പ്രശ്നം ഉണ്ടാക്കുക. നടക്കുക, എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, തലയ്ക്ക് വിറയലുണ്ടാകുക. പിന്നെ ഈ ന്യൂറോൺസുമായിട്ട് സംസാരിച്ച് നെർവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പാർക്കിൻസൺ ഡിസോർഡർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഹങ്ങിങ്ടൺസ് ഡിസീസ്. ഹങ്ങിങ്ടൺ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ അപകടകരമായ ഒരു ഡെവലപ്മെൻ്റ് പ്രോബ്ലമാണ്. ഡെവലപ്മെൻറ്റൽ, അതായത് ബ്രെയിനിൻ്റെ അടുത്ത ഡീജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അത് മോമെൻറ്റ്സിന് വ്യത്യാസം വരും. പലപ്പോഴും ഈ ആൾക്കാർ സൈഡിലേക്ക് നടന്നു പോകും, ചിലപ്പോൾ സൈഡിലേക്ക് നടന്നു പോവുക, ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കൈ കൊണ്ട് എടുക്കാൻ പറ്റുക വരും. പിന്നെ പേഴ്സണാലിറ്റി വ്യത്യാസം വരിക, പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരും, പിന്നെ ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് ഹങ്ങിങ്ടൺ ഡിസീസ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതൊരു സിവിയർ ഡെവലപ്മെൻ്റൽ പ്രോബ്ലമാണ്. സിവിയർ ഡെവലപ്മെൻ്റൽ പ്രോബ്ലം ആയതുകൊണ്ട് മെയിൻലി ഇത് അഫക്റ്റ് ചെയ്യുന്നത് മോമെൻറ്റ്സിലായിരിക്കും. ബാക്കിയുള്ളത് പിന്നെയാണ് വരുന്നത്. കോഗ്നേഷനിലും പേഴ്സണാലിറ്റിയിലും ഒക്കെ അത് വരുന്നത്. മോമെൻറ്റ്സിലായിരിക്കും ആദ്യമായിട്ട് പ്രശ്നം വരുന്നത്. പ്രത്യേകിച്ച് അവരുടെ നോട്ടത്തിൽ, അവരെ കൈയുടെ മൂവ്മെൻറ്റ്സ്, നടക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ നടക്കാൻ ഭയങ്കരമായിട്ട് സ്ലോ ആയി പോകും. ചിലരെന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ നടക്കാൻ ചെരിഞ്ഞിരിഞ്ഞ് കിടക്കും, ചില സൈഡിലേക്ക് നടന്നു പോകും. അങ്ങനെ പല പ്രശ്നങ്ങളും കാണാം. ഹങ്ങിങ്ടൺസ്
disease or HD. Then Alzheimer's disease. This is a major or mild neurocognitive disorder. Commonly referred as Alzheimer's dementia. കാരണം Alzheimer's വന്ന് മറവി പറ്റും. അത് ഈ ബ്രെയിനകത്തുണ്ടാകുന്ന ഡീജനറേഷൻ. അത് പ്രത്യേക അതിന് മരുന്നുകളും കാര്യങ്ങളും ഇല്ല. പക്ഷെ അൾസൈമേഴ്സ് വന്ന് സ്ലോ ഡൗൺ ചെയ്യാനൊരു മരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അൾസൈമേഴ്സ് നമ്മൾ വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ വിചാരിക്കുന്നത് ഇത് സാധാരണയല്ലേ, ഇത് പ്രായമാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഓർമ്മപ്പശുകളായിരിക്കും എന്താണ് വെക്കുന്നത്. പക്ഷേ അത് അൾസൈമേഴ്സ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കണ്ടുപിടിക്കും. മെയിൻലി അതിനകത്ത് സ്കാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് കണ്ടുപിടിച്ചിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് വന്നതിനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതിന് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. ദെൻ അമ്നസ്റ്റിക് ഡിസോർഡർ. ഇത് മെയിൻലി അമ്നസ്റ്റിക് ഡിസോർഡർ മെയിൻലി വിത്ത് മെമ്മറിയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന സംഗതികൾ, പെട്ടെന്ന് നടക്കുന്ന സംഗതികൾ നമുക്ക് വിളിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ ഇതിനകത്തൊരു ഇമ്മീഡിയറ്റ് റീകോളൈസ് ഇതിനകത്ത് ലോങ് ടേം മെമ്മറിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് കേസ് യൂഷ്വലി ഇമ്മീഡിയറ്റ് റീകോൾ ഈസ് ഇൻടാക്ട്, കുഴപ്പമുണ്ടാവില്ല. ഇമ്മീഡിയറ്റ് അത് പെട്ടെന്ന് കാണുന്ന കാര്യങ്ങളുണ്ടാകുകയില്ല. മെമ്മറി ഫോർ റിമോട്ട് പാസ്റ്റ് ഇവൻറ്റ്സ് ഇസ് ഓൾസോ പ്രിസർവ്ഡ്. അപ്പോൾ ഇങ്ങനെ പല കമ്മ്യൂണിറ്റി ഡിസ്റ്റർബ്ഡ് മെമ്മറിയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർക്കാൻ പറ്റും, ചില കാര്യങ്ങൾ ഓർക്കാൻ പറ്റില്ല. അമ്നസ്റ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഓർക്കാൻ പറ്റും, ചിലത് പറ്റില്ല. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ചിലത് പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റില്ല. ദെൻ ട്രോമ. അടുത്ത് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ട്രോമ ആണ്. അതിനകത്ത് വൺ ഈസ് കോൾഡ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷനുകൾ നമ്മുടെ ബോഡി എങ്ങനെ പെരുമാറുന്നത്, ബോഡി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ സ്ട്രെസ്സിനെ വെച്ചിരിക്കുന്നത്. സ്ട്രെസ് കൂടുതലുണ്ടാകുന്ന എന്തെങ്കിലും അപകടമോ കാര്യങ്ങളോ ഉണ്ടാകും, അല്ലെങ്കിൽ സിറ്റുവേഷണൽ ചേഞ്ചസ് വരുമ്പോൾ, അല്ലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുക. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് വെച്ചാൽ ഏതെങ്കിലും സാഹചര്യമായിട്ട് നമുക്ക് ചേരാൻ പറ്റും. പലപ്പോഴും സാഹചര്യങ്ങൾ ഒഴിവാക്കുക, സാഹചര്യങ്ങൾ ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുക, സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി പോവുക. അതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ നമ്മൾ കാണുന്നത്. ദെൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സസ്. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിന് ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബോഡിയുടെ റിയാക്ഷനോട്, സിറ്റുവേഷനോട് ബോഡി ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കൂടുതൽ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയിലേക്ക് നമ്മൾ കണക്കാക്കുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് എന്ന് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട്, ഇപ്പോൾ വീട്ടിലൊരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും എവിടെയെങ്കിലും പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കും. അപ്പോൾ ഉണ്ടാകുന്നതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുക, അങ്ങനെ ഉണ്ടാകുന്നതാണ്. ദെൻ അക്യൂട്ട് സ്ട്രെസ്, നമ്മുടെ കൺട്രോളിന് അപ്പുറമായിട്ടുണ്ടാകുന്നതാണ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒന്നുകൂടെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ നോക്കാം. ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ രണ്ട് രീതിയിലാണ്: ഡെവലപ്മെൻറ്റൽ സൈക്കോപത്തോളജി ആൻഡ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും. ഒന്ന് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലുണ്ടാകുന്ന, ഓരോ സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ പറയുക. പിന്നെ ന്യൂറോ ഡെവലപ്മെൻ്റ് ആകുമ്പോൾ നെർവ്സും അല്ല, ഇതിൻ്റെ ന്യൂറോളജിക്കൽ തലച്ചോറിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എപ്പോഴും ആൾക്കാർ നമ്മൾ ചോദിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിസീസാണ്. രോഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടക്കുക. ചിലതിനകത്ത് നമുക്ക് മെഡിക്കൽ ഇൻ്റർവെൻഷനൊക്കെ വേണ്ടി വരും, ശരിക്കും മെഡിസിനൊക്കെ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി. ചില കേസിനകത്ത് നമുക്ക് കൗൺസിലിംഗ് മാത്രം മതിയായിരിക്കും. ചില കേസിനകത്ത് മെഡിസിനും കൗൺസിലിംഗും വേണ്ടി വരും. ചില കേസിനകത്ത് മെഡിസിൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്നാലും പലയിടത്തും നമ്മൾ കോഗ്നിറ്റീവ് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതിന് ഫലവും കാണാറുണ്ട്. അപ്പം ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ജനിച്ച മുതൽ ഒരാളിലുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ പറയുന്നത് ഡെവലപ്മെൻറ്റൽ സൈക്കോപത്തോളജി, അതിനകത്തുണ്ടാകുന്ന വ്യത്യാസം. ദെൻ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് മെയിൻലി ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിനകത്തുണ്ടാകുന്ന ന്യൂറോൺസിനുമായിട്ടുള്ള ഇതാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് വരിക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റൽ
ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ, കുട്ടികളിലുണ്ടാകുന്ന വിഷാദം. കുട്ടികളുടെ വിഷാദം എപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത എന്താണ് രോഗം, എന്താണ് ലക്ഷണങ്ങൾ പറയാൻ കുട്ടികൾക്കൊരിക്കലും ഡിപ്രഷൻ ഉണ്ടെന്നോ എന്ത് പ്രശ്നമുണ്ടെന്നോ അവർക്ക് പറയാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിനെ ഒന്ന് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് കുറച്ച് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ മെയിൻലി രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക. കൂടുതൽ അഗ്രസീവ് ആകുക, കരയുക, അജിറ്റേറ്റഡ് ആകുക, ആഹാരം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക, സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഗതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ കണ്ടു തുടങ്ങുക. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ കോമൺ ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പാരൻസിനൊക്കെ കൊടുക്കുക, കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കുക. ഇത് ഒന്നും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിസിനിലേക്ക് കൊണ്ടുവരും. മെഡിസിനും അതുപോലെ തന്നെ ചിലപ്പോൾ കൗൺസിലിംഗ് മെയിൻലി നമ്മൾ പാരൻസിനാണ് നമ്മളിത് ചെയ്യുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും പാരൻസ് അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു വിഷാദം ഉണ്ടാകുമെന്നവർ മനസ്സിലാക്കുന്നില്ല. ഈ മനസ്സിലാകാതിരിക്കുമ്പോഴാണ് പലപ്പോഴും കുട്ടികളുടെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഡിപ്രഷന് വെച്ചിട്ട് ചൈൽഡ്ഹുഡ് സൂയിസൈഡ് വരെ നമ്മൾ കാണാറുണ്ട്. കുട്ടികളിൽ ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാകുന്നതായിട്ടും ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഇത് TV കണ്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെ വരാം. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ എപ്പോഴും ഈ സൂയിസൈഡിനെ കുറിച്ച് സൂയിസൈഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൂയിസൈഡ് ഒരു തോട്ട്സ് ഉണ്ടാകുക. സൂയിസൈഡിൻ്റെ പല സ്റ്റേജുകളുണ്ട്. തോട്ട്സ് ഉണ്ടാകുക, മരിക്കണമെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ആഗ്രഹം വരിക. ഈ തോട്ട് ഇത് ഐഡിയേഷൻ എന്ന് പറയും. അത് ഇതിനൊരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് ആണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ മരിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അല്ല ഞാനിങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ല ഇന്നതാണ് മനസ്സിലുള്ളത് എന്നൊരു തീരുമാനം, ദാറ്റ് ഇസ് ഐഡിയേഷൻ. അതിനൊരു പാറ്റേൺ, ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇന്ന രീതിയിലാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. പിന്നെ പലപ്പോഴും പറയുക, എങ്ങനെയുണ്ട്, എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് എല്ലാത്തിൽ നിന്നും മടുത്തു എന്നുള്ള പറയാം. ചില കുട്ടികളാകുമ്പോഴത്തേക്ക് പലപ്പോഴും വെറുതെ ആണെങ്കിലും വിളിച്ച് പറയുക, എനിക്ക് ജീവിക്കേണ്ട, ഞാൻ മരിക്കും, എനിക്ക് അച്ഛനെ അമ്മയെ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ അനിയത്തിയല്ല അനിയനെ ഇഷ്ടമല്ല, എനിക്ക് ആരെയും ഇഷ്ടമല്ല, ടീച്ചേഴ്സിനെ ഇഷ്ടമല്ല എന്ന് പറയും. ഇതിൻ്റെ കൂട്ടത്തിൽ ചില ആക്റ്റുകളും ഉണ്ടാകും. അവർ ചില രോഗലക്ഷണങ്ങളും കാണിക്കും, ചില പ്രശ്നങ്ങളും കാണിക്കും. ഒന്നാമത് അവർ ചിലപ്പം ഇപ്പം മുകളിലൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മരണത്തിനെ പോലെ തന്നെ മരിക്കാൻ എന്നുള്ള രീതിയിൽ ചില കുരുക്കളൊക്കെ ഇടുക, ചിലപ്പോൾ ചെറുതായിട്ട് കൈ മുറിക്കുക, ചിലപ്പോൾ കൈ കെട്ടി വെക്കുക, ചിലപ്പോൾ ഇടിക്കുക, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ഡിപ്രഷനകത്ത് ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോണം. ആ ചൈൽഡ്ഹുഡ് ഡിപ്രഷനകത്ത് സൂയിസൈഡിൻ്റെ കണികകളും ചിലപ്പം നമുക്കുണ്ടാകാറുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. അതിന് കാഷ്വൽ ഫാക്ടേഴ്സ് ഉണ്ട്. സാധാരണഗതിയിലുള്ളത് നമ്മളുണ്ടാകുന്നത് കൂടുതൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുക. പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സബ്ജക്റ്റുകളുള്ള പേടി. നമ്മൾ സാധാരണ അവരൊന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ എനിക്ക് പേടിയാണ്, ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാകുന്നില്ല, എനിക്ക് ക്ലാസ്സിൽ പോകാനായിട്ട് ഇഷ്ടമല്ല, ആ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല, മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരിക്കും ഈ സംഗതി പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് കാഷ്വൽ ഫാക്ടേഴ്സ്. അപ്പോൾ ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ കൗൺസിലിങ്ങും മറ്റ് കഴിഞ്ഞിട്ട് അത് ശരിയായില്ലെങ്കിൽ അല്ല അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മെഡിക്കേഷനും ചെറിയ രീതിയിലുള്ള മെഡിക്കേഷൻസും വേണ്ടി വരാം. ദെൻ എലിമിനേഷൻ ഡിസോർഡർ. ഇതെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ പലപ്പോഴും പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ്ങുമായിട്ട് എലിമിനേഷൻ ഡിസോർഡർ ചെയ്യരുത്. ലാക്ക് ഓഫ് ടോയ്ലറ്റ് ട്രെയിനിങ്, ലാക്ക് ഓഫ് സോഷ്യൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ടോയ്ലറ്റിൽ പോകണം, അതിനെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഏത് രീതിയിൽ നമുക്കത് ചെയ്യണം, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ആണ് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുക. പക്ഷേ പലപ്പോഴും ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പറായിട്ട് കൊടുക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എലിമിനേഷൻ ഡിസോർഡർ അത് ഡിസോർഡർ ആയിട്ടല്ല, അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുഴപ്പമാണ്. അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും. അപ്പോൾ എപ്പോഴും എലിമിനേഷൻ ഡിസോർഡർ എന്ന് കേൾക്കുമ്പം രണ്ട് രീതിയിലാണ് നോക്കുന്നത്. എലിമിനേഷൻ ഡിസോർഡർ രണ്ട് രീതിയിലാണ് നമ്മൾ പറയുക. ഒന്ന്, യൂറിനേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുക.
അപ്പം ഇതാണ് എലിമിനേഷൻ ഡിസോർഡർ. ഒന്ന് പിന്നെ സെക്കൻഡ് ടൂള്. സാധാരണ ഇത് ഇങ്ങനെയുള്ള കുട്ടികൾ ടൂൾ സാധാരണ ഇത് അതായത് മലം സാധാരണഗതിയിൽ ഒരു നിക്കറിലൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. നിക്കറിൽ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളിൽ പോവുകയാണ്, ഡ്രസ്സുകളിൽ പോവുക. പക്ഷെ നമ്മൾ രാവിലെ കൊണ്ടുവന്നിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് നടത്താനായിട്ട് നമ്മൾ ഇരുത്തുമ്പോഴത്തേക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവരിയ്ക്കുകയില്ല. ഇനി ചിലപ്പോൾ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാകണമെന്നില്ല. അപ്പം ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ട്രെയിനിങ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ അവരുടെ ഡ്രസ്സിൽ പ്രത്യേകിച്ച് അണ്ടർ ഗാർമെൻറ്റ്സിലൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് പോവുക. അതാണ് എലിമിനേഷൻ ഡിസോർഡർ. 2 തരത്തിലുള്ളതാണ്. ഒന്ന് യൂറിനേറ്റ് ചെയ്യുക, ഒന്ന് ടൂൾ പാസ് ചെയ്യുക. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, അതിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടി വരും. ഒരു ഫിസിയോളജിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ വരാം, ഫിസിയോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എലിമിനേഷൻ ഡിസോർഡർ എടുക്കാനായിട്ടാണ്. പിന്നെ ഓപ്പോസിറ്റ് ഡിഫിയൻറ്റ് ഡിസോർഡർ ആൻഡ് കോണ്ടാക്ട് ഡിസോർഡർ, ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. രണ്ടും കുട്ടികളിലുണ്ടാകുന്നതായ പ്രശ്നങ്ങളാണ്. രണ്ട് ഓപ്പോസിറ്റ് ഡിസോർഡറും ആൻഡ് കോണ്ടാക്ട് ഡിസോർഡർ കുട്ടികളുണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ അനുസരണ ഇല്ലാത്ത കുട്ടികൾ, എന്ത് പറഞ്ഞാൽ കേൾക്കുകയില്ല, പഠിക്കാൻ താല്പര്യം കാണുകയില്ല, വീട്ടിൽ ബഹളം ഉണ്ടാക്കും, അച്ഛനും അമ്മയായിട്ട് ബഹളം ഉണ്ടാക്കും, സിസ്റ്റേഴ്സുമായിട്ട് ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പോയ സ്കൂളിൽ പ്രശ്നം ഉണ്ടാകും. ഇതാണ് ഓപ്പോസിറ്റ് ഡിഫിയൻറ്റ് ഡിസോർഡർ. മറ്റേത് കോണ്ടാക്ട് ഡിസോർഡർ വരുമ്പോഴത്തേക്ക് അതിന് വയലൻസ് കൊണ്ട് കൂടുതലായിരിക്കും. സാധനങ്ങൾ നശിപ്പിക്കുക, സെൽഫായിട്ട് ഹാം ചെയ്യുക, മറ്റുള്ളവരെ അടിക്കുക, ഫ്രണ്ട്സിനെ ആയിട്ട് അടിയുണ്ടാക്കുക, ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുക, ഫ്രണ്ട്സിൻ്റെ സാധനങ്ങൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന സാധനങ്ങൾ നശിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ കോണ്ടാക്ട് ഡിസോർഡർ. ഈ കൂടുതൽ കോണ്ടാക്ട് ഡിസോർഡറും ഓപ്പോസിറ്റ് ഡിഫിഷ്യൻറ്റ് ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം, കോണ്ടാക്ട് ഡിസോർഡർ കുറച്ചുകൂടെ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. Then attention deficit hyperactivity disorder, that is called ADHD. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക. ഏതെങ്കിലും ഒരു സെക്കൻഡ് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക. കുറച്ച് നേരത്തെ വെക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൂടുതൽ കോൺസെൻട്രേഷൻ ഒന്നിനും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ പിരിവിരിപ്പ് കൂടുതലേക്ക് വെറുതെ ഇരിക്കുക, ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയല്ല. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഓടുകയായിരിക്കും, ചാടുകയായിരിക്കും. ഇങ്ങനെ ദാറ്റ് ഈസ് കോൾഡ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ചുകൂടെ കൂടുതൽ തിരക്കുകൾ ഉണ്ടാക്കും. ഒരിടത്ത് ഇരിക്കുകയല്ല, ക്ലാസ്സിൽ പോയ ക്ലാസ്സിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കും, മറ്റുള്ളവരെ ആയിട്ട് ചേരുകയല്ല, പിരിവിരിപ്പായിരിക്കും. റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് കൂടെ ആയിരിക്കും ADHD ഉണ്ട്. HD കൂടെ ഉണ്ടാകുമ്പോൾ, ഹൈപ്പർ ആക്ടിവിറ്റിയും കൂടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകാരികളായിരിക്കും. ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നിർത്തി ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്തു, അവർ ഓടി അങ്ങ് പോകും, നമ്മുടെ കൈ വിട്ടിട്ട് പോകും. ഇവർക്ക് കൂടുതൽ എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതേ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കൂടുതലും അവരുടെ എനർജി ലൂസ് ചെയ്യത്തക്കവണ്ണമുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും ADHDയിൽ നമ്മൾ. ദെൻ അടുത്ത ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി മെയിൻലി നമ്മൾ പറയുമ്പോൾ മെൻ്റൽ റിട്ടാർഡേഷൻ തന്നെയാണ് പറയുന്നത്. ആവശ്യത്തിന് പഠിക്കാൻ പറ്റാതെ വരിക, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ, അങ്ങനെയുള്ളതാണ് ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി നാല് സെക്ഷനായിട്ട് നാല് രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. അപ്പോൾ മൈൽഡ് എന്ന് പറയുന്നത് അവർക്ക് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് ആദ്യത്തെ തന്നെ കാണുന്നത് ഇവർക്ക് കണക്കുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അക്കൗണ്ടിങ്ങിൽ കുറച്ച് പ്രശ്നം ഇവർക്കുണ്ടാവും. കണക്കിലാണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ സ്കിൽഡ് വർക്ക്, മൈൽഡാകുമ്പോൾ സ്കിൽഡ് വർക്കിനകത്ത് അവർക്ക് ഹെൽപ്പ് വേണ്ടി വരും. പല സ്കിൽ വർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ സ്കിൽഡ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇവർക്കൊരു സൂപ്പർവിഷൻ ഉള്ളതാണ് നല്ലത്. സൂപ്പർവിഷനോട് കൂടിയിൽ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല, അതിന് സൂപ്പർവിഷൻ തന്നെ വേണം. പിന്നെ സോഷ്യലൈസേഷൻ സാധാരണ ഇത് ഇവരുടെ നോർമലായിരിക്കും. ആൾക്കാരുമായിട്ട് ചേരാനായിട്ടും ഇടപെടാനായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഇവർ നല്ല കഴിവുള്ളവരായിരിക്കും. പക്ഷേ ഇവരുടെ പഠിത്തത്തിലായിരിക്കും കൂടുതൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി എപ്പോഴും നമ്മൾ നോക്കണം. നമ്മൾ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നോക്കി അത് മനസ്സിലാക്കി വെക്കണം. ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ചെയ്യുന്നുണ്ടോ. ഇവിടെ നമ്മൾ ആ ഡെവലപ്മെൻ്റ് സ്റ്റേജസോട് നമ്മൾ ഡെവലപ്മെൻ്റ് സ്റ്റേജസ് അനുസരിച്ച് സമയത്ത് ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. അതാണ് മൈൽഡ് ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഓരോ കാലഘട്ടങ്ങളും കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക.
കമന്ന് വീഴുക, നീന്തുക, ഇരിക്കുക, നടക്കുക, ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഇതില്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കാണാം. മൈൽഡ് ദെൻ മോഡറേറ്റ്, കുറച്ചുകൂടെ പ്രശ്നമാണ്. ഇവർക്ക് സ്കിൽഡ് വർക്ക് ചെയ്യാൻ ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. സ്കിൽഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ മെക്കാനിക്കലായിട്ടുള്ള കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സൂപ്പർവിഷൻ ഇല്ല ഇവർ ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടമുണ്ടാക്കാം. ഇപ്പോൾ റിട്ടാർഡേഷനുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ ജോലിക്ക് വല്ലതും വെക്കണം, വല്ല പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഇതോ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഇതിനകത്ത് ഏത് കാറ്റഗറി ആണെന്ന് പറഞ്ഞിട്ട് ആ കാറ്റഗറി അനുസരിച്ച് ഇവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അവർ അപകടം ഉണ്ടാക്കും. ദെൻ സിവിയർ ഇൻ്റലക്ച്വൽ, സിവിയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലാണ്. ഇവർക്ക് കൂടുതലും സോഷ്യലൈസേഷനൊന്നും കുഴപ്പമുണ്ടാവില്ല, കണക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിസിക്സ്, ലോജിക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യകാരണ സഹിതമൊക്കെ അവർക്ക് മടിയുണ്ടാകും. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ അവർക്ക് ബെറ്റർ ആയിരിക്കും. കാണുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കും, കേൾക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കും, അങ്ങനെയുള്ള ചെയ്യും. പ്രൊഫൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും അവർക്ക് ഒരു ഹെൽപ്പ് വേണം, തന്നെത്താൻ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. പ്രൊഫൗണ്ട് സീരിയസ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയാണ്. ദെൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാകും. കൂടുതൽ ഇവർ എമോഷണലാണ് ഇവർക്ക് പ്രശ്നങ്ങളുണ്ടാകുക. കുട്ടികൾ നമ്മളെ എമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് ആൾക്കാരുമായിട്ട് ഉണ്ടാകില്ല. എൻ്റേത് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. എന്തെങ്കിലും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ചെയ്യാൻ പറഞ്ഞ് അതിന് പ്രശ്നങ്ങളുണ്ടാകും. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് കുറവായിരിക്കും. ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമുണ്ടാവില്ല, എത്ര നേരം വേണമെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ടി വി ഒന്ന് മാറ്റിയെന്നിരിക്കട്ടെ, അതിൻ്റെ ചാനൽ മാറ്റി അവർക്ക് ഇഷ്ടപ്പെടുക. അവർക്ക് ചില സ്പെസിഫിക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരിക്കും. ഇപ്പം എപ്പോഴും ഓട്ടിസവും ADHDയും തമ്മിൽ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വെച്ചാൽ പലപ്പോഴും ആ തിരിച്ച് രണ്ടും ഡയഗ്നോസ് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇതിനകത്ത് കൂടുതലും എമോഷൻസിലാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഓട്ടിസത്തിനകത്തുണ്ടാകുന്നത്. സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി, ഏതെങ്കിലും പ്രത്യേക സബ്ജക്റ്റ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രത്യേക സബ്ജക്റ്റ് മനസ്സിലാക്കാനുള്ള ഇതിനകത്ത് രണ്ടെണ്ണമാണ് നമ്മൾ കാണുന്നത്. ഒന്ന് എഴുത്തിലും വായനയിലും. ഡിക്സലെക്സിയ നമുക്ക് രണ്ട് തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിയാണ് നമ്മൾ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയാണ് പഠിക്കുന്നത്. SLD എന്ന് പറയും. രണ്ട് തരത്തിലുള്ള, ഒന്ന് ഡിക്സലെക്സിയ എന്നുവെച്ചാൽ വരയ്ക്കുക, എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുക. ദെൻ ഡിസ്കാൽക്കുലിയ, കണക്കിനകത്തുള്ള പ്രശ്നം, കണക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക, മാറ്റി എഴുതുക, അല്ലെങ്കിൽ ഉത്തരം എഴുതിയെടുക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോവുക, ഇതായിരിക്കും. അപ്പോൾ സ്പെസിഫിക് ലേണിംഗ് കൂടുതലും രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ എടുക്കുക, ഡിക്സലെക്സിയയും ഡിസ്കാൽക്കുലിയയും. ദെൻ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ, പലപ്പോഴും അതിൻ്റെ പെർസെപ്ഷൻ, കാര്യങ്ങൾ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ സ്പേസിനെ കുറിച്ച് മനസ്സിലാക്കുക, കണ്ടാൽ മനസ്സിലാക്കുക, അങ്ങനെയുള്ളത്. ചിലപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം സൈറ്റിനോ സംസാരിക്കാനോ എന്തില്ലാത്ത കുറച്ച് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലം കാണാൻ പറ്റും, കേൾവിയിൽ അങ്ങനെയൊക്കെയുള്ള കാണാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ. ദെൻ ഡിലീരിയമാണ്. ഡിലീരിയം എന്ന് വെച്ചാൽ ഓർമ്മയില്ല, സ്ഥലകാല ബോധം ഇല്ലാതിരിക്കുക. സ്ഥലകാലം ബോധം ഇല്ലാതിരിക്കുന്നതിനാണ് നമ്മൾ ഡിലീരിയം എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ, ടോട്ടലി കൺഫ്യൂഷൻ, ഞാൻ എവിടെ ഇരിക്കുന്നത്, അല്ലെ അതാ ചെയ്യുന്നത്, എങ്ങനെയാണ്, സമയത്തെക്കുറിച്ച് ഇല്ലാതിരിക്കുക. രാവിലെയാണോ പകലാണോ ഉച്ചയ്ക്കാണോ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് രാവിലെയാണെന്ന് പറയും, ചിലപ്പോൾ രാത്രി ലൈറ്റ് കണ്ടുകൊണ്ട് രാത്രിയാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഡിലീരിയം നമ്മൾ പറയുന്നത്. ദെൻ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഓർമ്മയിലാണ്. അതിനകത്ത് അറ്റൻഷൻ, ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, പഠിക്കാനായിട്ട് പറ്റാതെ വരിക, ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുക, ലാംഗ്വേജ് മറന്നു പോവുക, കാഴ്ചപ്പാട് നമ്മൾ മറന്നു പോവുക. ഉദാഹരണത്തിന് കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇവരുടെ കാഴ്ചപ്പാട് മറന്നു പോകുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം, എക്സാമ്പിൾ ഞാൻ ഇത് കൊടുത്തു, ഇതിന് കൊടുക്കേണ്ട ഒരു വെയിറ്റ് ഉണ്ട്, അതാണ് ഇവരുടെ ആ കാൽക്കുലേഷൻ. അപ്പം ഇത് പക്ഷേ ഓവർ വെയിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പാത്രമൊക്കെ നമ്മൾ കൈ പിടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ നോക്കുമ്പോഴത്തേക്ക് അവർ എടുത്ത് നോക്കും, കയ്യിൽ നിന്ന് പോയി താഴെ പോയി പൊട്ട, അങ്ങനെയൊക്കെ വരും. അപ്പം ഒരു പെർസെപ്ഷനുള്ള സോഷ്യൽ കോഗ്നിഷൻ എങ്ങനെ ചെയ്യണം, ആരാണ് കണ്ട്. ചിലപ്പോൾ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർ ചിലപ്പം സ്വന്തം ഭാര്യ എടുക്കി നിൽക്കുമ്പോൾ ഇത് ആരാന്നൊക്കെ ചോദിച്ചിരുന്നിരിക്കും, ഓർമ്മ കുറവെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് ബ്രെയിനകത്തുണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ് പറയുന്നത്. ദെൻ പാർക്കിൻസൺസ് PD, ഇത് കൂടുതൽ ന്യൂറോളജിക്കൽ പ്രശ്നമാണ്. ബ്രെയിനുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ന്യൂറോളജിക്കൽ മസിൽസ് മൂവ്മെൻറ്റ്സ് ഒക്കെ പോവുക, കൈ വിറയ്ക്കുക, നടക്കാൻ മുമ്പോട്ടാഞ്ഞിരിക്കുക, ചിലപ്പോൾ
മറിഞ്ഞു വീഴുക. കൂടുതലും പാർക്കിൻസൺസ് ഡിസോർഡറിന് വിറയിലാണ് നമ്മൾ കണ്ടു തുടങ്ങുക. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കൂടി കഴിയുമ്പോൾ അവരുടെ മാറി അതൊക്കെ മെമ്മറിയിലേക്കൊക്കെ വരും. പിന്നെ നടക്കാൻ പറ്റാതെ വരും. ഇത് ഒരു 50 ഇയേഴ്സിന് മുകളിലാണ് സാധാരണ രീതിയിൽ ഇത് കാണുന്നത്. കുറച്ച് നേരത്തെ വന്നുകൂടായി എന്നല്ല, സാധാരണ രീതി പാർക്കിൻസൺ ഡിസോർഡർ ഒരു 50 വയസ്സിന് ശേഷമാണ് കാണുന്നത്. അതിൻ്റെ പ്രോഗ്രസീവ് ഇത് നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. മറ്റ് പ്രശ്നം സിവിയറിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ നിന്ന് അവരെ നമുക്ക് കുറേശ്ശെ കൺട്രോൾ ചെയ്ത് രക്ഷപ്പെടുത്തുന്നില്ല, അസുഖം മാറ്റുമെന്നുള്ളതല്ല. അതിൻ്റെ ആ സ്പെക്ട്രം എന്താണ് കാര്യങ്ങളുള്ള അസുഖം എന്ന് പറയുന്ന അതിൽ നിന്ന് നമുക്ക് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അവരുടെ ആ ഒരു മൂവ്മെൻറ്റ്സ്, കൂടുതലും ഇവരുടെ മൂവ്മെൻറ്റ്സിനും കാര്യത്തിനകത്തായിരിക്കും ഇവർക്ക് എഫക്റ്റ് ചെയ്യുക. ഇവ കൈവിറയ്ക്കുക, നിൽക്കാൻ പറ്റുക, നടക്കുമ്പോൾ മുമ്പോട്ട് നടന്ന് വീഴാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ളതാണ് പാർക്കിൻസൺ ഡിസോർഡറിൻ്റെ ലക്ഷണം. ദെൻ ഹണ്ടിങ്സ് ഡിസീസ് എന്ന് പറയും. ഇത് കുറച്ച് സിവിയർ ആയിട്ടുള്ളതാണ്. ബ്രെയിനിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ ഫങ്ഷൻസ് വന്ന് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലം കൂടെ ഉണ്ടാക്കുക. അതായത് തലച്ചോറിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം, പിന്നെ നെർവ്സ് വഴി വന്ന് മസിൽസിനാണ് ഇത് വരാൻ പറ്റുക. മസിൽസിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിൽ നടക്കുമ്പോൾ സ്ലോ ആയി പോവുക, തിങ്കിങ് ഇല്ല, നോക്കുന്ന കാര്യങ്ങളും നമ്മൾ കറക്റ്റായത് വരിക, ചിലപ്പോൾ ചെരിഞ്ഞു നോക്കുക, സംസാരിക്കുമ്പം നിർത്താതെ സംസാരിക്കുക, ചിലപ്പോൾ ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതൊരു സിവിയർ ഡിസോർഡറാണ്. പ്രത്യേകിച്ച് ഇതിന് ബ്രെയിനിന് മാത്രമല്ല മസിൽസിനും കൂടി ഇത് ഡാമേജ് ചെയ്യും. ആ മസിൽസിൻ്റെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ അപകടകരമായ അവസ്ഥയും കൂടുന്നത്. കാരണം ചിലപ്പോൾ നടക്കുമ്പം നേരെ നടക്കാനുള്ളത്, അവർ നേരെ നടക്കും തോന്നും, പക്ഷെ അവർ സൈഡിലേക്ക് പോകും. ചിലപ്പോൾ സംസാരിക്കാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, പിന്നെ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ ഒരു സിവിയർ സ്റ്റേജിലുള്ളതാണ് ഈ ഹണ്ടിങ്ടൺസ് ഡിസീസിൽ. ദെൻ അൾഷമേഴ്സ്, ഇതൊരു മേജറാണ്. ഇതിനകത്ത് സാധാരണ ഓർമ്മയിലാണ് ഇത് സാധാരണ കൂടുതലും ബാധിക്കുന്നത്. ഓർമ്മയുണ്ടാക്കാതിരിക്കുക. ദെൻ നമ്മൾ വരുന്നത് അമ്നസ്റ്റിക് ഡിസോർഡറാണ്. കാരണം യൂഷ്വലി ഇമ്മീഡിയറ്റ് മെമ്മറിയിലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് അതിൻ്റെ അകത്ത് ഓർമ്മയിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ടാകുക. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് മെമ്മറി പ്രശ്നം ഉണ്ടാകും. കൂടുതൽ ഇമ്മീഡിയറ്റ് മെമ്മറി ഇൻടാക്റ്റ് ആയിരിക്കാം, ലോങ് ടേം മെമ്മറി ആയിരിക്കാം. പിന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പതുക്കെ നമ്മൾ ഓർമ്മ വരും. എക്സാമ്പിൾ നമ്മൾ പറയാം, ഇത് കാണിക്കുക, ഇതെന്താണെന്ന് വെച്ചാൽ മനസ്സിലാകില്ല. പക്ഷെ കുറേ നേരം ഉപയോഗിച്ച് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അതിൻ്റെ സെൻസ് അല്ലെങ്കിൽ കുറച്ച് വരാം. അപ്പം ഇമ്മീഡിയറ്റ് റീകോൾ മാറ്റാം, ചിലപ്പം കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ റിമോട്ട് പാസ്റ്റ് ഇവൻസ് ഒക്കെ ചിലപ്പോൾ ഓർത്തുകൊണ്ട് പഴയ കാര്യങ്ങൾ ചിലപ്പോൾ ഓർത്തുകൊണ്ടിരിക്കും. ചിലപ്പം ലോങ് ടൈം മെമ്മറിയിലായിരിക്കും, ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുകയില്ല ഇത്, പക്ഷേ ഇറ്റ്സ് എ സിവിയർ മെൻ്റൽ ഇതാണ്. ദെൻ സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറുന്നതാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് കുട്ടികൾക്കുണ്ടാകും, വലിയവർക്കുണ്ടാകാം. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ, സാഹചര്യങ്ങളുമായിട്ട് ചേരാനുള്ള ബുദ്ധിമുട്ടുകളെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ നമ്മൾ പറയുക. ദെൻ പോസ്റ്റ് ട്രോമാറ്റിക്, എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുക. ദെൻ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ. അക്യൂട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ നാളത്തേക്ക് ഒരു അക്യൂട്ട് ഒരു 30 ദിവസത്തേക്ക് നിൽക്കുക, അല്ല ഒരു 2 മാസത്തേക്ക് നിൽക്കുക, അങ്ങനെയൊക്കെയാണ് അക്യൂട്ട് സ്ട്രെസ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചിലപ്പോൾ തന്നെ പോകും. ചിലപ്പോൾ ആ സ്ട്രെസ്, അക്യൂട്ട് സ്ട്രെസ്സിൻ്റെ ബുദ്ധിമുട്ട് ഏതാണെന്ന് അനുസരിച്ച് അങ്ങനെയാണ് അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുക. ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി, ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പം ഇതോടുകൂടി എന്താണ് മാനസിക രോഗം, എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള മാനസിക രോഗങ്ങളുണ്ട്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ഇത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇത് 133 ആണ്, 133 PPSCയിലാണ്. 4 യൂണിറ്റ് അതിനകത്തുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു റിവിഷൻ പോലെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ എടുക്കുക. ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അത് നമ്മളെ മാനസിക രോഗങ്ങൾ എന്താണ്, അത് എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ചിന്താഗതി എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ലപോലെ ഇത് പഠിക്കുക. താങ്ക് യു.